നമ്മളുടെ കുട്ടികളെക്കുറിച്ച് ഒന്ന് പറയട്ടെ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ട് നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ പോഷകാഹാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അവരെ മസിലൊക്കെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ വിടുന്നു. അതുകൂടാതെ പെൺകുട്ടികളാണെങ്കിൽ ഡാൻസ്, പാട്ട്, ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ വിടുന്നു. അതേപോലെ തന്നെ അവരുടെ ബുദ്ധി നന്നായി വികസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഏറ്റവും നല്ല ട്യൂഷൻ കൊടുക്കുന്നു. അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുത്തു, ഏത് മത്സര പരീക്ഷയെ പോലെ എല്ലാത്തിനും. പക്ഷേ അവരെല്ലാവരും ഈ പറയുന്ന ആ കാര്യത്തിലൊക്കെ വളരെ വളരെ മുന്നിലേക്ക് പോകുന്നു, ഉയർച്ചയിലേക്ക് പോകുന്നു. അവരൊക്കെ ഈ A+ എല്ലാം കിട്ടുന്നു, നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഇന്ന് നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. അവരുടെ മനസ്സിൻ്റെ കാര്യം. ഇന്ന് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനസ്സ് ദുർബലമാണെന്നുള്ളത്. മനസ്സ് ദുർബലമാണെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ കാണുന്നില്ലേ ഈ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ, എൻജിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെയുള്ളവരൊക്കെ ചെറിയൊരു കാര്യം വരുത്തി അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ ഈ മനസ്സ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. കാരണം നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ അതിനുള്ളൊരു അറിയാതെ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ രാമായണം എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ ഇതിഹാസം, അതിൻ്റെ കഥ കേട്ടാൽ മാത്രം മതി ഈ കുടുംബസ്നേഹത്തെക്കുറിച്ച്, സഹോദര സ്നേഹം, എല്ലാ ബന്ധങ്ങളും അതെങ്ങനെയാണ്, അതുപോലെ ഗുരുശിഷ്യ ബന്ധം, ഇതൊക്കെ ഒരു നല്ല മാതൃക അതിൻ്റെകത്തുണ്ട്. നമ്മളുടെ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഈ രാമായണമൊക്കെ കേൾക്കുമ്പം അത് വരുമായിരുന്നു. അതേപോലെ തന്നെ ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് ആർക്കാണേലും, കുട്ടികൾക്കും വലിയവർക്കും, പക്ഷേ നമ്മളിപ്പം കുട്ടികളുടെ കാര്യമാണല്ലോ പറയുന്നത്. അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചില താളപ്പിഴകൾ വന്നാൽ എന്ന് പറഞ്ഞാൽ ചീത്ത ഒരു കൂട്ടുകെട്ടിൽ പെടുക, ഇനി എന്തോ ആയിക്കോട്ടെ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, എന്നെ അനന്യഭക്തിയോടുകൂടി ഭജിക്കാനാണ് പറയുന്നത്. എന്താ ഈ അനന്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഭഗവാനും അന്യനല്ല എന്നുള്ള രീതിയിൽ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭജിക്കുക ഭഗവാനെ. അത് 2 നേരം നമുക്ക് രാവിലെയും വൈകുന്നേരവും നാമജല്യം മാത്രം മതി. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരതിൽ നിന്നൊക്കെ വിട്ട് ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമായിട്ട് മാറും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്ക് പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് പോകാം.